ഹൈ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, എല്ലാവരും ഇൻറ്റൻസ് ആയിട്ടുള്ള പഠനത്തിലായിരിക്കും അല്ലേ? നമുക്ക് ഇനി കുറച്ചധികം നാളുകളൊന്നുമില്ല എന്തിലേക്ക്, നീറ്റ് എക്സാമിലേക്ക്. അതുകൊണ്ട് നന്നായിട്ട് ഇൻറ്റൻസ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അല്ലേ? ഒരു നീറ്റ് അസ്പിറൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹോളി ടെക്സ്റ്റ് എന്ന് പറയുന്ന ആരാണ്? NCERT ആണ് അല്ലേ? അപ്പം നമുക്കൊരു ടോപ്പായിട്ടുള്ള റാങ്കിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ NCERT നന്നായിട്ട് വായിക്കേണ്ടതുണ്ട്. വെറുതെ വായിച്ചു കളഞ്ഞാൽ പോരാ, ലൈൻ ബൈ ലൈനായിട്ട് തന്നെ വായിക്കണം. വായിച്ചിട്ട് നമുക്ക് അറിയാത്ത വേർഡുകൾ എന്താണ് മീൻ ചെയ്യുന്നത്, അറിയാത്ത സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ത് മീൻ ചെയ്യുന്നു എന്ന് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി തന്നെ വായിക്കേണ്ടതുണ്ട്. നമ്മൾ ഈ ബയോളജി ഒക്കെ ആണെങ്കിൽ ബയോളജിയെ സംബന്ധിച്ചിടത്തോളം ഒരു 90% ക്വസ്റ്റ്യൻസും NCERTയുടെ അതേ സ്റ്റേറ്റ്മെൻറ്റുകൾ, അതേ പോയിന്റുകൾ തന്നെയാണ് ഡയറക്റ്റ്ലി ആസ്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എടുത്ത് നോക്കിയാൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ നമ്മൾ കൺസെപ്റ്റ് വൈസ് നന്നായിട്ട് പഠിച്ചിട്ട് അതിൽ നിന്ന് ഇൻഡയറക്റ്റ് മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് ചോദിച്ചു കൊടുക്കുക. നമുക്ക് കുറച്ചും കൂടെ ടൈം ടേക്കണാണ് അല്ലേ? അപ്പോൾ നമുക്ക് ബയോളജിയെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും എന്തറിഞ്ഞു കഴിഞ്ഞാൽ, NCERT അറിഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ ഫിസിക്സും കെമിസ്ട്രി NCERT അറിഞ്ഞാൽ സ്കോർ ചെയ്യാൻ പറ്റത്തില്ല എന്നല്ല പറയുക. അത് നമ്മൾ കൺസെപ്റ്റ് വൈസ് കുറച്ചും കൂടെ നന്നായിട്ട് NCERT വായിച്ച് കുറേ അധികം ക്വസ്റ്റ്യൻസ് ചെയ്ത് വേണം പഠിക്കാനായിട്ട്. ബയോളജിയിൽ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് എന്തുണ്ട് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഈ പറയുന്ന NCERT വായിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ വായിച്ചു വിടാതെ നമ്മൾ വായിക്കുന്ന സമയത്ത് അതിനൊന്ന് സ്മാർട്ടായിട്ടൊന്ന് കളർ ചെയ്തോ കളർ കോഡ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എന്താവും, പഠിക്കാനൊരു നമുക്ക് കുറച്ചും കൂടെ അറ്റൻഷൻ സീക്ക് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ പഠിക്കേണ്ട ടോപ്പിക് ഏത്, നമ്മൾ കംപ്ലീറ്റ്ലി കവേഡ് ചെയ്തത് ഏത്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ ഏത്, ഒന്ന് കളർ കോഡ് ചെയ്ത് വിടുക. കളർ കോഡ് ചെയ്യാൻ പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് കളർ കോഡ് ചെയ്യാൻ പറഞ്ഞാൽ NCERT ഫുള്ള് കളർ കോഡ് ചെയ്യേണ്ടി വരും. അത് നിങ്ങൾ സ്മാർട്ടായിട്ട് ചെയ്യുക. ഓക്കെ, അപ്പം കളർ കോഡ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റൻഷൻ ഏതിന് കൂടുതൽ കൊടുക്കണം, നമ്മൾ എത്രത്തോളം പഠിച്ചു എന്ന് നമ്മളെ മനസ്സിലാക്കാൻ ഭയങ്കരമായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. കൂടാതെ നമ്മൾ NCERTയിലെ ടേബിൾസ്, ഗ്രാഫുകൾ, ഡിസ്ക്രിപ്ഷൻസ്, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വാല്യൂസ്, ഈ സാധനങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കേണ്ടതുണ്ട് അല്ലേ? പാടാണ് പഠിക്കാൻ, സമയമെടുക്കും. ബട്ട് നമ്മൾ നന്നായിട്ട് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് അതിനേക്ക് വേണ്ടി ഇരുന്ന് അതിലേക്ക് അത്രയും എഫേർട്ട് ഇട്ട് നമ്മൾ ഈ പറയുന്ന ഗ്രാഫുകളും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വാല്യൂസും നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കൂടാതെ നമ്മൾ ചെയ്യേണ്ടത് NCERT ലൈൻ ബൈ ലൈൻ വായിക്കുന്നതിനോടൊപ്പം നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, ഒരു മോക്ക് എക്സാം ആയിക്കോട്ടെ, നമുക്ക് കിട്ടുന്ന ഏതൊരു ക്വസ്റ്റ്യനും നമ്മൾ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ചിലപ്പോൾ എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടാവത്തില്ല, ചിലപ്പോൾ ചെയ്യുന്നത് തെറ്റാണോ എന്ന് നമുക്ക് ഡൗട്ട് കാണും. നമുക്കൊരു ഉത്തരം തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് ആൻസർ കീ ആശ്രയിക്കാതെ ആ ഭാഗം NCERTയിൽ ഒരു റൗണ്ടും കൂടെ വായിച്ച് നമുക്ക് സ്വന്തമായിട്ട് അതിൽ നിന്ന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. അത് പറ്റുന്നില്ലെങ്കിൽ മാത്രം ആൻസർ കീയെ ആശ്രയിച്ച് ഉത്തരം കണ്ടുപിടിച്ചിട്ട് അതെന്തുകൊണ്ട് ആ ഉത്തരത്തിലേക്ക് എത്തി എന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഓടിപ്പോയി ആൻസർ കീ കണ്ടിട്ട് ഉത്തരം ഇതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ആ കൺസെപ്റ്റ് കൂടുതൽ ക്ലിയർ ആവണമെന്നില്ല അല്ലേ? അപ്പോൾ NCERT നന്നായിട്ട് വായിച്ച് ക്വസ്റ്റ്യൻ്റെ ഉത്തരം NCERTയിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു റൗണ്ടും കൂടെ വായിക്കുകയാണ്. അപ്പം നമുക്ക് അത്രത്തോളം ഇതെന്തോ ചെയ്യാൻ സാധിക്കും, കൂടുതലായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കണ്ടു. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനകത്ത് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പം പ്ലാറ്റിഹെൽമിന്തോസിൻ്റെ ഓസ്മോ റെഗുലേറ്ററി ഓർഗൻ ഏത് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഉത്തരം അറിയാം, ഫ്ലെയിം സെല്ലാണ്. അപ്പോൾ നമ്മൾ പ്ലാറ്റിഹെൽമിന്തോസ് പഠിക്കുന്ന NCERT എടുക്കുമ്പോൾ ആ ഫ്ലെയിം സെല്ലിനെ ഒന്ന് റൗണ്ട് ചെയ്ത് ഇത് ഈ വർഷം ആസ്ക് ചെയ്തതാണ്, 2025 ഇത് ചോദിച്ചിട്ടുണ്ട് എന്നൊന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുസ്തകം വായിക്കുന്നതിനോടൊപ്പം നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ ഏതൊക്കെ വർഷം ഏതൊക്കെ ചോദിച്ചിട്ടുണ്ട് ആ പാറ്റേൺ ഒന്ന് പഠിക്കാനും നമുക്കൊന്ന് സ്പെക്കുലേഷൻ ഏതൊക്കെ ചോദിക്കാമെന്നൊന്ന് സ്പെക്കുലേറ്റ് ചെയ്യാനും നമുക്ക് എന്തോ ചെയ്യും സാധിക്കും അല്ലേ? അപ്പം NCERT നന്നായിട്ട് വായിക്കുക, ഗ്രാഫുകളും ചാർട്ടുകളും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എല്ലാ വാല്യൂസും നന്നായിട്ട് പഠിക്കുക, മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്നതിനപ്പുറം മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യാൻ ഭയങ്കരമായിട്ട് സാധിക്കും. ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം, ഈ ഒരു ഭാഗത്തുനിന്ന് ചോദിക്കാം എന്ന് നമുക്ക് നന്നായിട്ട് പഠിക്കാനായിട്ട് പറ്റും. ഇനി ഇപ്പോൾ NCERT നമ്മൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ടീച്ചർമാർ പഠിപ്പിക്കുമ്പോൾ NCERTയിൽ നിന്ന് നിൽക്കാതെ പുറത്തുനിന്ന് കുറച്ചും കൂടെ ഇലാബറേറ്റ് ചെയ്ത് പഠിപ്പിക്കുന്ന സമയത്ത് പുറത്തുനിന്ന് വരുന്ന പോയിന്റുകൾ പുസ്തകത്തിൻ്റെ സൈഡിലോ ആ ഒരു ടോപ്പിക്കിനോട് ചേർത്തോ എഴുതി ഇട്ട് കഴിഞ്ഞാൽ ആ കൺസെപ്റ്റ് നമുക്ക് ഇച്ചിരി കൂടെ വൈഡായിട്ട് എന്തോ ചെയ്യാൻ സാധിക്കും, പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ചെയ്ത് നിങ്ങൾ ഇതിനു വേണ്ടി നന്നായിട്ട് എഫർട്ട് ഇട്ട് കഴിഞ്ഞാൽ നീറ്റിൻ്റെ ഏറ്റവും നല്ലൊരു റാങ്കിലേക്ക്, ഒരു ടോപ്പ് റാങ്കിലേക്ക് ഉയർന്നു വരുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു എയിമിലൂടെ നന്നായിട്ട് എയിം ചെയ്ത് നന്നായിട്ട് എഫർട്ട് ഇട്ട് സ്മാർട്ടായിട്ട് പഠിക്കുകയാണെങ്കിൽ ഏതൊരാൾക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന അത്രയും അകലെയാണ് നീറ്റ് എന്ന് പറയുന്ന ഗോൾ ഇരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും നന്നായിട്ട് എഫർട്ട് ഇട്ട് പഠിച്ച് ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ആവട്ടെ കേട്ടോ. അപ്പം ഇത്രയും നന്നായിട്ട് പഠിക്കുക, പറഞ്ഞതുപോലെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.